നെന്മാറയിൽ CPM ഏരിയ സെക്രട്ടറി കെ പ്രേമൻ സ്ഥാനാർത്ഥിയാകും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് TM ശശി ആലത്തൂരിലും മത്സരിക്കും. പാലക്കാട് സീറ്റിലെ സ്ഥാനാർത്ഥിയെ പിന്നീട് തീരുമാനിക്കുമെന്നതാണ് അറിയിക്കുന്നത്. VS ഗോകുൽ വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ചേരുന്നു. ഗോകുൽ, ഗുഡ് മോർണിംഗ്. CPMനെ സംബന്ധിച്ച് പാലക്കാട് ഒരു പ്രധാനപ്പെട്ട സ്ഥലം തന്നെയാണ്. ജയസാധ്യതകൾ അങ്ങനെ പറയുന്നില്ലെങ്കിലും അവിടെ ആര് വരും എന്നത് വളരെ കൗതുകമുള്ള ഒരു കാര്യമാണ്. പറഞ്ഞ പേരുകൾ ഒക്കെ ഇങ്ങനെ സജീവമായി നിൽക്കുന്നുണ്ട്. അതിൽ എന്തെങ്കിലും ഒരു നീക്കുപോക്ക് സരിനടക്കമുള്ളവർ സജീവമായി അല്ലെങ്കിൽ ആ സീറ്റുമായി ആഗ്രഹിച്ചു നിന്നവരാണ്. പക്ഷേ അതിലെ തീരുമാനം ഇങ്ങനെ വൈകിപ്പിക്കുകയാണ്. എന്താണ്, അത്രയധികം ആവശ്യക്കാർ ആ സീറ്റിനുണ്ടോ? ആവശ്യക്കാരുണ്ടായിട്ടല്ല, മറിച്ച് എതിരാളികൾ ആരാണെന്ന് അറിഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള സ്ഥാനാർത്ഥിയെ നിർത്തണം എന്നുള്ളതാണ് പാലക്കാട് ജില്ലാ നേതൃത്വവും അതോടൊപ്പം തന്നെ സംസ്ഥാന നേതൃത്വവും ഒക്കെ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം പാലക്കാട് ഒരു ക്രൂഷ്യൽ സീറ്റാണ്. അത് CPMന്റെ വിജയസാധ്യത വെച്ചിട്ടല്ല, മറിച്ച് BJPക്ക് നല്ല സ്വാധീനയുള്ള അല്ലെങ്കിൽ BJPക്ക് പ്രാമുഖ്യമുള്ളൊരു മണ്ഡലം കൂടിയാണ് പാലക്കാട്. അപ്പോൾ ഇവിടെ എന്ത് നീക്കം നടത്തണം, എങ്ങനെ നടത്തണം എന്നുള്ളതൊക്കെ തന്നെ അവസാന ഘട്ടത്തിൽ തീരുമാനിച്ചാൽ മതി. അത് മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളും കോൺഗ്രസിന്റെയും BJPയുടെയും സ്ഥാനാർത്ഥികൾ ആരാണെന്നറിഞ്ഞ് അതിനനുസരിച്ചൊരു സ്ഥാനാർത്ഥിയെ വച്ചാൽ മതി, അങ്ങനെ മത്സരിച്ചാൽ മതി എന്നുള്ളതാണ് CPM തീരുമാനിക്കുന്നത്. സ്വാഭാവികമായും സരിനടക്കമുള്ള പല ആളുകളും പരിഗണനയിലുണ്ട്. പാലക്കാട് ഏറ്റവും അവസാന ഘട്ടത്തിൽ പേരൊക്കെ കേട്ടിരുന്നു. അങ്ങനെയെങ്കിൽ ഒരു സിവിൽ സർവീസ് യുദ്ധം പാലക്കാട് പ്രതീക്ഷിക്കണം. ഇല്ല, അതായത് കണ്ണൻ ഗോപിനാഥിന്റെ പേരൊക്കെ ആദ്യഘട്ടത്തിൽ കേട്ടിരുന്നു. പിന്നീട് ഇപ്പോൾ പിഷാരടി എന്ന ഒറ്റ പേരിലേക്ക് ഏകദേശം ആ ഒരു സാധ്യതാ ലിസ്റ്റുകൾ ഒതുങ്ങി എന്നുള്ളതാണ്. അതിൽ കാര്യമായ മാറ്റങ്ങൾ വരാൻ സാധ്യതയില്ല. കാരണം KPCC AICCക്ക് നൽകിയ പേരിലൊന്ന് പിഷാരടിയുടേതാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരുപക്ഷെ പിഷാരടി വരികയാണെങ്കിൽ പിന്നീട് ശോഭയാണ് BJPയുടെ സ്ഥാനാർത്ഥി എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചൊരു ഘട്ടം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം ശോഭ പാലക്കാടുണ്ടായിരുന്നു. പല വ്യക്തിപരമായിട്ടുള്ള സന്ദർശനങ്ങളും ശോഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി കോൺഗ്രസിൻ്റെ ഒരു ഫൈനൽ ലിസ്റ്റ് അല്ലെങ്കിൽ ഫൈനലായിട്ട് ആര് എന്നുള്ളൊരു കാര്യം കൂടി കുറച്ചാൽ മതി. ഇപ്പോൾ പിഷാരടിയാണോ അതോ കണ്ണൻ ഗോപിനാഥാണോ, അങ്ങനെയുള്ള ചില കൺഫ്യൂഷൻസ് കൂടി മാറിക്കഴിഞ്ഞാൽ ആ ചിത്രം, പാലക്കാട്ടെ ചിത്രം തെളിയും. അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ പിന്നീട് CPM ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ളതാണ്. ഏതായാലും അവസാന ഘട്ടത്തിൽ മാത്രം CPM സ്ഥാനാർത്ഥിയുടെ പേര് തീരുമാനിച്ചാൽ മതി എന്നുള്ളതാണ് നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. കാരണം അല്ലാത്ത പക്ഷം ഒരു തിരിച്ചടി ഈ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് കണക്കാക്കുന്നത്. ശരി, ഗൂഗിൾ VS ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ആലത്തൂരിൽ നെന്മാറയിൽ CPM ഏരിയ സെക്രട്ടറി കെ പ്രേമൻ, ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ TM ശശി ആലത്തൂരിലും മത്സരിക്കുമെന്നാണ്. പാലക്കാട് സീറ്റിലെ സ്ഥാനാർത്ഥി നിർണ്ണയം അത് കുറച്ച് മറ്റ് സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ച ശേഷം മാത്രമേ ഉണ്ടാകൂ എന്നാണ് ഗൂഗിൾ റിപ്പോർട്ട് ചെയ്യുന്നത്.